തെരഞ്ഞെടുപ്പ് നമ്പറാണോ വമ്പൻ പ്രഖ്യാപനങ്ങൾ എന്നാണ് മീറ്റ് ദി എഡിറ്റേഴ്സ് ചർച്ച ചെയ്യുന്നത്. ആൻഡ്രൂ, ഇതൊരു ഇലക്ഷൻ നമ്പറാണോ? ഞാൻ നേരത്തെ ചർച്ച ചോദിച്ചു, ഇലക്ഷൻ ബമ്പറാണോ? ഞാനിത് ഇലക്ഷനായിട്ടുമായി കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. 2016 ഉമ്മൻചാണ്ടി സർക്കാർ വിട്ട് പിണറായി സർക്കാരിൻ്റെ കയ്യിലേക്ക് ഈ കേരളത്തെ കിട്ടുന്ന സമയത്ത് 18 മാസത്തെ വിവിധ കുടിശ്ശികൾ കൊടുക്കാനുണ്ട്, ക്ഷേമ പെൻഷൻ കുടിശ്ശികൾ കൊടുക്കാനുള്ള ഒരു സർക്കാരാണ് ഇറങ്ങിപ്പോകുന്നത്. ഈ നമ്മുടെ എന്താ പറയുക, ഖജനാവിൽ 100 രൂപ പോലും ഇല്ല എന്നുള്ളതാണ്. പൂച്ച വെറ്റി കിടക്കുക എന്ന് പറയുന്നതിന് അർത്ഥമില്ല. പക്ഷേ 100 രൂപ പോലും ഇല്ലാത്തൊരു സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്ന് ഹാൻഡ് ഓവർ ചെയ്ത് കിട്ടുന്നു. അതിനുശേഷം ഒരു പ്രളയം വരുന്നു, ഒരു നിപ്പ വരുന്നു, അത് കഴിഞ്ഞൊരു കോവിഡ് വരുന്നു. ഇതിനെ മൂന്നിനെയും അഭിമുഖീകരിച്ചിട്ട് വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനം കേരളത്തിന് നടത്താൻ കഴിഞ്ഞു. എങ്ങനെയാണ് നടക്കാൻ കഴിഞ്ഞത്? രണ്ട് കാര്യങ്ങൾ കൊണ്ട് 2 ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനവും ക്ഷേമ പ്രവർത്തനവുമാണ് കേരളത്തിൽ നടത്തിയത്. അതെന്തുകൊണ്ടാണ്? 9 വർഷം കൊണ്ടാണ്. ഈ 9 വർഷത്തെ ഫണ്ട് കണ്ടെത്തിയ 1 ലക്ഷം കോടിയിൽ രൂപയിലധികം കണ്ടത് കിഫ്ബിയിൽ കൂടെയാണ്. ഏതാണ്? കേരള ബാങ്കിൽ കൂടെ പണം കണ്ടെത്തി. ഇതെല്ലാം RBIയുടെ പെർമിഷനോട് കൂടി കണ്ടെത്തിയാണ്. കേന്ദ്രം വലിയ രീതിയിൽ ഞെരുക്കുന്നു എന്ന് കേരളം എല്ലാ കാലത്തും പറയാറുണ്ട്. 50,000 കോടി രൂപയിലധികം കേരളത്തിന് കിട്ടാനുണ്ട് എന്നുള്ള കാര്യം പറയാറുണ്ട്. കേരള ബാങ്കിൽ 1 ലക്ഷം കോടി കടമെടുത്തോ? അല്ല, ഞാൻ പറയുന്നത് എല്ലാം കൂടി, ഞാൻ കണ്ടത് കിഫ്ബിയും മറ്റുള്ള സംവിധാനവും തനത് വരുമാനം എല്ലാം കൂടി 2 ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തിയെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന വരുമാനമല്ല ഇവിടെ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ടാണ്. അപ്പം 2 ലക്ഷം കോടി രൂപയുടെ വരുമാനം 9 വർഷം കൊണ്ട് 1 രൂപ പോലും ഇല്ലാതെ 18 മാസം ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാതിരുന്ന ഒരു സംസ്ഥാനത്ത് പിണറായി വിജയൻ സർക്കാരിന് നടത്താൻ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത്, നിങ്ങൾ എവിടുന്ന 10,000 കോടി കണ്ടെത്തുന്നതെന്ന്. അതിനർത്ഥമില്ല എന്നുള്ളതാണ്. 2,500 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാം എന്ന് എന്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? ഘട്ടം ഘട്ടമായി ഉയർത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് 2,000 രൂപ ആക്കിയത് വലിയ പ്രശ്നമാണോ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങനെ ഉയർത്തി കൊടുക്കണ്ട എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ലല്ലോ. ക്ഷേമ പെൻഷൻ ഉയർത്തുക, അംഗനവാടി ആശമാർക്കും സംവിധാനങ്ങൾക്കും എല്ലാം 1000 രൂപ ഉയർത്തുക. ഈ പറയുന്ന പണങ്ങളെല്ലാം എവിടേക്കാണ് എത്തുന്നത്? സാധാരണക്കാരായ താഴെ കിടക്കുള്ള ആൾക്കാർക്കെതിരെയല്ലേ? സ്ത്രീകൾക്ക്, ജോലി ഇല്ലാതെ ഇരിക്കുന്ന മഞ്ഞക്കാർഡ് ഒക്കെയുള്ള സ്ത്രീകൾക്ക് 1000 രൂപ കൊടുക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ അതൊക്കെ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നതൊക്കെ എത്ര വലിയ പദ്ധതികളാണ്. കേരളത്തിൽ അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? അത് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ ഏത് സംസ്ഥാനത്താണ് ഇതുപോലെ 1000 രൂപ വെച്ചിട്ട് എല്ലാ മാസവും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വീട്ടിലിരിക്കുന്ന സ്ത്രീ ജനങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിച്ച സംസ്ഥാനങ്ങൾ ഏതാ? സംസ്ഥാനങ്ങൾ തന്നെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയും അധികം വലിയ രീതിയിൽ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ ആ രീതിയിലല്ല കേരളം ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരെ ജനങ്ങളെ സംബന്ധിച്ചുള്ള അവരെ കയ്യിലേക്ക് 1,600 രൂപ കിട്ടുന്നതിന് പകരം 2,000 രൂപ കിട്ടുകയും ഇതുപോലെ കുടിശ്ശികയില്ലാതെ നിലനിർത്താൻ കഴിയുക എന്ന് പറയുന്നത് വലിയ മാറ്റമാണ് ഈ സംസ്ഥാനത്ത് ഉണ്ടാവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ എല്ലാ രീതിയിലും വലിയ വികസനം ഉണ്ട്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്താ അറിയോ? വികസിത രാജ്യങ്ങളിലെ അടിസ്ഥാന വികസനവുമായി കേരളത്തെ ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ദുബായ് പോലെ അല്ലെങ്കിൽ സൗദി പോലെ ബഹ്റിൻ പോലെയുള്ള ദുബായ് നമുക്കറിയാവുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങളിലെ വികസിത സംവിധാനങ്ങൾ ജീവിക്കുന്നത് പോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. പട്ടിണി ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറി എന്നുള്ള ഒരാൾ പോലും പട്ടിണി നമുക്കറിയുന്നില്ലല്ലോ. ഭക്ഷണം കഴിക്കാതെ കിടക്കുന്ന ആൾക്കാരെ നമ്മുടെ മുന്നിൽ കാണുന്നുണ്ടോ? മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അങ്ങനെയാണോ? മരണങ്ങളില്ലാത്ത സംസ്ഥാനമായി മാറിയില്ലേ? അപ്പോൾ ഇതുപോലെയുള്ള വലിയ മാറ്റങ്ങൾ കേരളത്തിന് വരുത്താൻ കഴിഞ്ഞു ഈ 9 വർഷം കൊണ്ടാണ്. അപ്പോൾ ആ സമയത്താണ് ഒരു പ്രഖ്യാപനം വരുന്നത്. പ്രഖ്യാപനം എന്ന് പറയുന്നത് എന്താണ്? വമ്പൻ പ്രഖ്യാപനമാണ്. ഇതിനൊരു ചെറിയ പ്രഖ്യാപനമായിട്ട് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് 1000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചു, ക്ഷേമ പെൻഷൻ കൂട്ടാൻ തീരുമാനിച്ചു, അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ജോലി ചെയ്യുന്ന എല്ലാവർക്കും പണം കൂട്ടാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ 1000 രൂപയെങ്കിൽ 1000 രൂപ അവരെ സംബന്ധിച്ചിടത്തോളം അത് 1000 ആണ്. അപ്പം എന്താ പറയുന്നത് അറിയോ? നിങ്ങൾ പറഞ്ഞത് 2,500 അല്ലേ എന്നാണ് ചോദ്യം. 2,500 ആണ്. അടുത്ത ഘട്ടത്തിൽ 2,500 ആക്കും. ഒറ്റയടിക്ക് 2,500 കൂട്ടാൻ. അപ്പം എന്താ? രണ്ടും ഒരേ നാവ് കൊണ്ട് പറയുകയാണോ? ഒരു നാവ് കൊണ്ട് പറയുന്നത് എന്താ അറിയോ? കേരളത്തിൽ പണം ഇല്ല എന്ന് പറയുന്നു, കേരളത്തിൽ പണം കൊടുക്കാനില്ല എന്ന് പറയുന്നു, കൂടെ പറയുന്നു 2,500 കൊടുക്കണം എന്ന് പറയുന്നു. അതെങ്ങനെ പറ്റുക? പണം ഇല്ലാത്ത സംവിധാനത്തിൽ പണം ഉള്ളതും എല്ലാം കൂടെ മേക്കപ്പ് ചെയ്തിട്ട് വേണ്ടേ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളെ നല്ല രീതിയിൽ അർത്ഥത്തിൽ എടുത്ത് ഇതിനെ വലിയ രീതിയിൽ മാറ്റം കേരളത്തിൽ വന്നു എന്നുള്ളതാണ്. അത് ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട്, സാധാരണ അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ GST വരുമാനം എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ 2 മാസം 18% ഗ്രോത്താണ്. 18% ഗ്രോത്ത് ഉണ്ട്. ഈ വരുമാനം കേരളത്തിൽ വരുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ നല്ല രീതിയിൽ വ്യവസായം വളർന്നുകൊണ്ടാണ് 18% ഗ്രോത്ത് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാ 18% ഗ്രോത്ത് ഉണ്ട്? പർച്ചേസ് കൺസംഷൻ കൂടുമല്ലോ. കൺസംഷൻ കൂടുതൽ ബൈയിങ് കപ്പാസിറ്റി കേരളത്തിലെ ജനങ്ങൾക്ക് കൂടി എന്നുള്ളതാണ്. ബൈയിങ് കപ്പാസിറ്റി കൂടുമെന്ന് പറഞ്ഞാൽ ആ പറയുന്ന സംവിധാനം വലുതായി, കേരളത്തിലെ സെയിൽസ് ടേൺ ഓവർ വലുതായി, പർച്ചേസ് ചെയ്യാൻ ആൾക്കാരുണ്ട്, അവരുടെ കയ്യിൽ പണമുണ്ട്. അതാണ് സംസ്ഥാനത്തിൻ്റെ നല്ല നില എന്ന് പറയുന്നത്. സംസ്ഥാനത്തിൻ്റെ നല്ല നില എന്ന് പറയുന്നത് എന്താണ്? ബൈയിങ് കപ്പാസിറ്റി കൂടുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ ചോദിക്കോളൂ, കേരളത്തിലെ സിനിമാ തിയേറ്ററുകൾ നല്ല രീതിയിൽ ഓടുന്നില്ലേ?
ബൈയിങ് കപ്പാസിറ്റി ഇല്ല സംസ്ഥാനത്ത് നടക്കുമോ? നല്ല രീതി സാധാരണക്കാർ പോകുന്ന സ്ഥലങ്ങളാണ് സിനിമാ തിയേറ്ററുകൾ, ജിമ്മുകൾ, ഈ പറയുന്ന ടൂറിസം കേന്ദ്രങ്ങൾ എല്ലാം കേരളത്തിൽ പോകുന്നത് എങ്ങനെയാണ്? അവിടെ പോകുന്നത് പണം കയ്യിലുള്ള ജനങ്ങൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവുന്നതുകൊണ്ടാണ്. അതിന് കാരണം എന്താ? ആ കാരണം അടിസ്ഥാനപരമായി വികസനം ഉണ്ടായി, നല്ല രീതിയിൽ റോഡുകൾ ഉണ്ടാകുന്നു, നല്ല രീതിയിൽ പാലങ്ങളുണ്ട്, നല്ല രീതിയിൽ 45,000 ക്ലാസ് മുറികളാണ് ഹൈടെക്കായി മാറിയത് കേരളത്തിലെ. നല്ല രീതിയിൽ മലയോര ഹൈവേകൾ മാറി. കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ നാഷണൽ ഹൈവേയിൽ വലിയ രീതിയിൽ മാറ്റം ഉണ്ടാകുന്നു. ഈ നാഷണൽ ഹൈവേ കേന്ദ്രത്തിൻ്റെ ഫണ്ടാണെങ്കിൽ കൂടെ കേരളത്തിൻ്റെ ഒരു വിഹിതം കൊടുത്തുകൊണ്ടാണ് നാഷണൽ ഹൈവേ ഉണ്ടായത് ഓർക്കണം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഴിഞ്ഞം പദ്ധതി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കേ. ഇപ്പം ഇന്ത്യയിൽ തന്നെ ഏക വാട്ടർ മെട്രോയാണ് കേരളത്തിൽ. ഏക വാട്ടർ മെട്രോയാണ് കേരളത്തിൽ ഓടുന്നത്. അത് ഉദ്ഘാടനം ചെയ്തത് ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ്. അപ്പോൾ ഞാൻ പറയുന്ന ഈ ലോക രാജ്യങ്ങളുമായിട്ട് വികസിത ലോക രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ കേരളം പോലെയുള്ള കൊച്ചു സംസ്ഥാനത്ത് ഈ GST വരുമാനവും ഈ തനത് വരുമാനവും ഈ പറയുന്ന സംവിധാനമൊക്കെ വെച്ചിട്ട് നല്ല വൃത്തിയായി കൊണ്ടുനടക്കുന്നു എന്നുള്ളതാണ്. അതൊരു സർക്കാരിൻ്റെ കഴിവും അതൊരു പ്രതിജ്ഞാബദ്ധമായ നിലപാടും കൊണ്ടല്ല നടക്കുന്നത്. ആ സാധനം വിജയിക്കുമ്പോൾ അത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അതാ ഞാൻ പറയുന്നത്. 9 വർഷം പൂർത്തിയാക്കിയെന്ന ഇടതുപക്ഷ സർക്കാർ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? ക്ഷേമ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അടിസ്ഥാനപരമായ കാര്യം ഏത് വർക്കാണ് ചൂണ്ടിക്കാണിക്കാം നമുക്ക്? ഈ കാര്യങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം എന്ന് പറയാം. വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന കാര്യം ആരോഗ്യ മേഖലയാണ്. ആരോഗ്യ മേഖലയിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. അത് ശ്രദ്ധിക്കുന്നതോടുകൂടി ഇപ്പോൾ അടിസ്ഥാന വർഗത്തെയും കൂടെ ഉയർത്തിക്കൊണ്ട് വരണ്ടേ? ഇപ്പോൾ ആശാ വർക്കർമാർ സമരം നടത്തുന്നു എന്ന് പറയുന്നു. 300 രൂപ കൂട്ടി വേണം, 700 ആണുള്ളത്, അവർക്ക് 1000 ആക്കി തരണം എന്ന് പറഞ്ഞു. ഇപ്പം 33 രൂപ കൂട്ടി. 33 രൂപ എന്ന് പറഞ്ഞാൽ അവർ 700 രൂപ ഉള്ളത് 733 ആകാന്ന് പറഞ്ഞാൽ അതെന്താണ്? അവരുടെ ഓണറേറിയം മാത്രമാണ്. അത് കഴിഞ്ഞ് ബാക്കി 13,000 14,000 വേറെ 3,000 4,000 രൂപ കൂടുതൽ കിട്ടാനുണ്ട്. ടോട്ടലി ഒരു 10-15,000 രൂപയ്ക്ക് മേലെ കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളം കൊടുക്കുന്ന പണം, കേരളത്തിൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന പണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അത് എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് കൈകാര്യം ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ 2 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാനപരമായ വികസനവും ക്ഷേമ പെൻഷൻ വികസനവും 1 രൂപ ഇല്ലാതെ കയ്യിൽ കിട്ടിയ ഒരു സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ഈ പ്രളയവും ഈ കോവിഡും ഈ പറയുന്ന നിപ്പയും കഴിഞ്ഞ് ഈ പറയുന്ന അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മളിപ്പോൾ അനുഭവിക്കുന്നില്ല എന്നാണ്. കേരളത്തെ മുഴുവൻ പ്രളയം വിഴുങ്ങി എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നില്ല. കേരളത്തെ മുഴുവൻ കോവിഡ് വിഴുങ്ങി എന്നുള്ള ബുദ്ധിമുട്ട് ഇത് അനുഭവിക്കുന്ന മറ്റുള്ള സംസ്ഥാനങ്ങളുണ്ട്. നിങ്ങൾ പല സംസ്ഥാനങ്ങളും നോക്കിയോ, വെള്ളപ്പൊക്കം ഉണ്ടായ പല സംസ്ഥാനങ്ങൾക്ക് ഇന്നും അതിൽ നിന്ന് തിരിച്ചു കയറാൻ കഴിഞ്ഞിട്ടില്ല. വലിയ രീതിയിൽ കോവിഡ് ആഘാതം ഉണ്ടായ സംസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ രാജ്യങ്ങൾക്കോ തിരിച്ചു കയറാൻ കഴിഞ്ഞിട്ടില്ല. ആ സ്ഥലത്താണ് നമുക്ക് വേറെ ഒരു വരുമാനം ഇല്ലാത്ത രീതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ക്ഷേമ പെൻഷൻ പദ്ധതികളുമായി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. ആ ഘട്ടമാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി 6 മാസമാണോ 8 മാസമാണോ 4 മാസമാണോ തെരഞ്ഞെടുപ്പിനൊന്നും നോക്കിയിട്ടായിരിക്കില്ല അത് ചെയ്തിട്ടുണ്ടാവുക. കാരണം ഇനി 6 മാസം ഇലക്ഷൻ സ്റ്റാൻഡാണെങ്കിൽ നിയമസഭാ ഇലക്ഷനാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന് തൊട്ട് മുമ്പ് അനൗൺസ് ചെയ്താൽ പോരെ? ഇനി 6 മാസം മുന്നേ അനൗൺസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അതല്ലല്ലോ. ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നത് എന്താണ്? ഇപ്പം നാളെ തുടങ്ങി കൊടുക്കണം. ഈ പറയുന്ന 1-ാം തീയതി നവംബർ മാസം 1-ാം തീയതി പ്രാബല്യത്തിൽ വരികയാണ്. അടുത്ത മാസം തുടങ്ങി കൊടുത്തു പോകണ്ടേ? അപ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് സാധാരണക്കാരൻ അതിൻ്റെ സന്തോഷം സാധാരണക്കാരുടെ ഇടയിൽ ഉണ്ട് താനും കേട്ടോ. ഇത് പല ബൈറ്റുകൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് 200 രൂപ 1600 രൂപ മരുന്ന് വാങ്ങാനും ഭക്ഷണം കഴിക്കാനുമായിട്ട് വീട്ടിലേക്ക് പോസ്റ്റ്മാൻ്റെ അടുത്ത് കാത്തിരിക്കുന്ന ജനങ്ങളുടെ കയ്യിലേക്ക് 2000 രൂപ വരുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷം ചിലപ്പോൾ ഇന്ന് ഉണ്ടാകുന്നത് അവർക്ക് അടുത്തൊരു കാര്യം കൊണ്ട് ആലോചിച്ച് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുപോലെ കുടിശ്ശികയില്ലാതെ നിർത്തുക എന്നുള്ളതും. കുടിശ്ശികയില്ലാതെ ഈ കാര്യങ്ങൾ ചെയ്യുന്നാൽ ഇത് വിമർശിക്കുന്നവരുണ്ടല്ലോ. 18 മാസം കുടിശ്ശിക വരുത്തി ഈ സംസ്ഥാന ഇലക്ഷനെ നേരിട്ടവരാണ് കേട്ടോ. 18 മാസം കുടിശ്ശിക വരുത്തി ഇലക്ഷനെ നേരിട്ടവരാണ്. ഇപ്പം കുടിശ്ശികയില്ലാതെ എല്ലാവർക്കും ക്ഷേമ പെൻഷൻ കൂട്ടി കൊടുക്കുന്നുള്ളത്. അത് കൊടുക്കുന്നത് എവിടെ നിന്നാന്ന് ചോദിക്കുന്ന അർത്ഥമില്ല. കിട്ടിയില്ലെങ്കിൽ പറഞ്ഞാൽ പോരെ. നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ ചോദിക്കാം കിട്ടിയിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ. ചെയ്യുന്നതിന് മുന്നേ ചോദിച്ചുകൊണ്ടിരിക്കും, ചെയ്യുമ്പോൾ കണ്ടാൽ പോരെ. അപ്പോൾ കിട്ടുന്നതിൻ്റെ കാര്യത്തിനെ കുറിച്ചിട്ട് കിട്ടിയതിന് ശേഷം പറഞ്ഞോട്ടെ, അതൊരു പ്രശ്നമില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ തെരഞ്ഞെടുപ്പ് നമ്പറല്ല എന്നുള്ളതാണ് എൻ്റെ 100% തെരഞ്ഞെടുപ്പ് നമ്പറല്ല. Meet the editors.